ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 16304 തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം വഴി എറണാകുളം. ഹായ് ഫ്രണ്ട്സ്, രാവിലെ എങ്ങോട്ടാണ് യാത്രയെന്ന് ചോദിച്ചാൽ എനിക്കിന്നൊരു കല്യാണ ട്രിപ്പുണ്ട്. വണ്ടിയെടുക്കാൻ ട്രാവൽസിലേക്ക്. ഇന്നലെ ഓൺലൈൻ ഓട്ടോകൾ സ്ട്രൈക്ക് ആയതുകൊണ്ട് ഞാനും വണ്ടിയെടുത്തില്ല. ആ ഗ്യാപ്പിൽ വണ്ടി ഒന്ന് ഫുൾ സർവീസ് ചെയ്തിട്ടുണ്ട്. ആ തിളക്കമാണ് ഈ കാണുന്നത്. മൻവിള ജംഗ്ഷനും കുളത്തൂരും മുക്കോലക്കൽ ജംഗ്ഷനുമെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ട്രാവൽസിലേക്കാണ് പോകുന്നത്. എൻ്റെ ഗസ്റ്റ് 8:30 മണി കഴിയുമ്പോൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗസ്റ്റിൻ്റെ കോൾ വന്ന ശേഷം എനിക്ക് വണ്ടിയും എടുത്ത് പോയാൽ മതി. ഈ വഴി നേരെ പോകുന്നത് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇടത്തേക്ക് തിരിഞ്ഞ് കുറച്ച് പോകുമ്പോൾ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ട്രാവൽസിലെത്താൻ സാധിക്കും. ഓട്ടോറിക്ഷ ഞാൻ അവിടെ പുറത്ത് തന്നെ ഇട്ടു. അവിടെ നിന്ന് നേരെ ട്രാവൽസിലേക്ക് കയറി. ഇന്നും എനിക്ക് 12 സീറ്റ് വണ്ടിയിൽ തന്നെയാണ് ഓട്ടം. 17 സീറ്റും 26 സീറ്റും രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ട്രാവൽസിൽ നിന്നും ഗസ്റ്റിൻ്റെ നമ്പർ വാങ്ങി കോൾ ചെയ്തപ്പോഴാണ് അറിയാൻ സാധിച്ചത് അവർ 9:30 മണിക്കുള്ള വഞ്ചിനാട് എക്സ്പ്രസ്സിന് എത്തുകയുള്ളതെന്ന്. അങ്ങനെ ഒരു ചായ കുടിക്കാനായി പള്ളിനാട് ജംഗ്ഷനിലേക്ക്. പള്ളിനാട് ജംഗ്ഷനിൽ തന്നെയുള്ള ഷാ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന് ഒരു ചായക്കടയുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയ ചായക്കടയാണെങ്കിലും ഇന്ന് ഈ ചായക്കട ഒരു ഹിറ്റ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിവിധ തരത്തിലുള്ള എണ്ണപ്പലഹാരങ്ങൾ എപ്പോഴും ലഭ്യമാകും. ഡയറ്റ് നോക്കുന്നവർക്ക് ഇവിടെ കഴിക്കാനായി മുട്ടയും പഴവും കിട്ടും. അങ്ങനെ ഞാനും അവിടെ നിന്ന് 2 മുട്ടയും വാങ്ങിക്കഴിച്ച് ഒരു മധുരമിടാത്ത കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട്. തിരിച്ചു നേരെ ട്രാവൽസിലേക്ക്. ഇനി ട്രാവൽസിൽ പോയി ഗസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 9:30 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവരെയും പിക്ക് ചെയ്തുകൊണ്ട് നേരെ കല്ലറയിലേക്കാണ് അടുത്ത എൻ്റെ യാത്ര. കല്ലറയിലേക്ക് പോകുന്ന വഴി ഗസ്റ്റിന് ആഹാരം കഴിക്കാനായി വെട്ട് റോഡിലുള്ള ശരവണ ഭവനിൽ വണ്ടി നിർത്തി. ശരവണ ഭവനിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായി ഇങ്ങനെ ഒരു കട കാണാൻ സാധിക്കും. ഈ കടയെപ്പറ്റി ഞാൻ പറയുന്നതിൽ ഭേദം ഇവിടെ നിന്ന് ആഹാരം കഴിച്ചവർക്ക് അറിയാം എന്താണ് രസമെന്ന്. പോകുന്ന വഴി വണ്ടിക്ക് ആവശ്യത്തിനുള്ള ഡീസലും അടിക്കുന്നുണ്ട്. 104.15 ഇന്ന് തിരുവനന്തപുരത്തെ ഡീസൽ വില. ഗസ്റ്റിനെ കൺവെൻഷൻ സെൻറ്ററിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം ഞാൻ നേരെ ഇപ്പോൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വാഹനം പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനായി കൺവെൻഷൻ സെൻറ്ററിലേക്ക്. കല്ലറയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഹാപ്പി കൺവെൻഷൻ സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു കൺവെൻഷൻ സെൻറ്റർ തന്നെയാണ് ഇത്. ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ആദ്യം 1-2 വെൽക്കം ഡ്രിങ്കും കുടിക്കുന്നുണ്ട്. വെൽക്കം ഡ്രിങ്കും കുടിച്ചിട്ട് അവിടെ നിന്നപ്പോഴാണ് എണ്ണപ്പലഹാരത്തിൻ്റെ ഒരു കൗണ്ടർ കണ്ടത്. പക്ഷേ എനിക്കിപ്പോൾ എണ്ണപ്പലഹാരങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഫുഡും കഴിച്ച് ഞാൻ തിരിച്ചു നേരെ വണ്ടിയിലേക്ക് നടക്കുകയാണ്. വണ്ടിയിലേക്ക് നടക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കഴിക്കുന്ന ഒരു നെല്ലിക്കയാണ്. ചെറിയ രീതിയിൽ മധുരവും ചെറിയ രീതിയിൽ പുളിപ്പുമുള്ള ഈ നെല്ലിക്കയുടെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു നെല്ലിക്ക പറിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അതിനിടയിൽ ഒരുപാട് നെല്ലിക്ക പഴുത്തു നിൽക്കുന്നത് കണ്ടത്. എല്ലാം പറിക്കാൻ നിന്നാൽ ചിലപ്പോൾ വീട്ടുകാരൻ്റെ തെറിവിളി നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെ നേരെ വണ്ടിയിൽ വന്നപ്പോഴാണ് ടയറിൽ എയർ കുറവ് പോലെ കണ്ടത്. പഞ്ചറാണെന്ന് കരുതി അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് എയർ കുറവ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരല്പം സമാധാനം കിട്ടി. 3 മണി കഴിഞ്ഞപ്പോൾ ഗസ്റ്റ് ഇറങ്ങിയെന്ന കോൾ വന്നു. അങ്ങനെ ഗസ്റ്റിനെ പിക്ക് ചെയ്യാനായി കൺവെൻഷൻ സെൻറ്ററിലേക്ക്. രാവിലെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടന്ന പാർക്കിംഗ് ഇപ്പോൾ ശൂന്യമാണ്. എനിക്ക് ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യേണ്ടത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ ഗസ്റ്റിനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരെ തിരിച്ച് കഴക്കൂട്ടത്തേക്ക്. കുഴുവിള ജംഗ്ഷനും ഇൻഫോസിസും USTയും തമ്പുരാമുക്കുമെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ നേരെ ട്രാവൽസിലേക്കാണ് പോകുന്നത്. ഈ തിടുക്കപ്പെട്ട് പോകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് എന്താണെന്ന് ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞു തരാം. ഇടവഴികളെല്ലാം കയറി ഇപ്പോൾ നേരെ എൻ്റെ യാത്ര പൊക്കുകൊണ്ടിരിക്കുന്നത് എൻ്റെ ട്രാവൽസിലേക്കാണ്. ചെറിയ വണ്ടിയായതുകൊണ്ട് തന്നെ ചില ഇടവഴികളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് കയറിപ്പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ ഇപ്പോൾ ട്രാവൽസിലെത്തി. പെട്ടെന്ന് തന്നെ വണ്ടിയെല്ലാം നല്ലപോലെ കഴുകിയിട്ടായിരുന്നു. കഴുകിയിട്ട് ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടുമെന്ന് പറയുന്ന പോലെ കഴുകും തോറും വണ്ടിയുടെ കളർ മാറുന്നുണ്ടോ എന്ന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടിയെല്ലാം കഴുകി കണക്കെല്ലാം എഴുതി പുറത്തിറങ്ങിയപ്പോഴാണ് അർവാനിയെ ഞാൻ കാണുന്നത്. 4 ദിവസമായി അർവാനി ഓട്ടത്തിലായിരുന്നു. തിരിച്ചിപ്പോൾ ഇന്ന് എത്തിയതേ ഉള്ളൂ. അങ്ങനെ ഞാൻ നേരെ തിരിച്ച് ട്രാവൽസിൽ നിന്ന് ഇറങ്ങി. നേരെ ഓട്ടോറിക്ഷ പോലും എടുക്കാണ്ട് ഞാനിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കാണ് നടക്കുന്നത്. ഓട്ടോ പോലും എടുക്കാണ്ട് എങ്ങോട്ടാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നടന്ന് എത്തിയിരിക്കുന്നത് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നേരെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തണലുവാക്കിന് ഇരിക്കാമെന്ന് നോക്കിയപ്പോൾ അവിടെയെല്ലാം ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ ഹൗസ്ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കിട്ടിയൊരിടത്ത് എൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു.
എനിക്ക് പോകേണ്ട ട്രെയിനാണ് ആ വരുന്നതെന്ന് കരുതി നോക്കിയിരുന്നപ്പോഴാണ് ആ ട്രെയിൻ എനിക്കൊരു ടാറ്റയും തന്ന് എൻ്റെ മുന്നിലൂടെ കടന്നുപോയത്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് കരുതിയിരുന്നപ്പോൾ അടുത്ത ട്രെയിൻ വന്നു. ഇതിലെങ്കിലും എങ്ങനെയെങ്കിലും കയറിപ്പറ്റാമെന്ന് കരുതിയപ്പോൾ അതും അതുപോലെ തന്നെ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എവിടെ നിന്നോ എങ്ങോട്ടോ പോകാനായി ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നു. എന്നാൽ ആ ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതിയപ്പോൾ ആ ട്രെയിൻ തെക്കോട്ടും, ഞാനാണെങ്കിൽ വടക്കോട്ടും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ കേൾക്കേണ്ട ആ നിലവിളി ശബ്ദം അങ്ങ് കേട്ടു. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 16304 തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം വഴി എറണാകുളം വരെ. അങ്ങനെ ആടി എനിക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിച്ചെന്ന് ട്രെയിനിനകത്ത് കയറിയപ്പോഴാണെങ്കിലോ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണ് ട്രെയിനിനകത്തുള്ളത്. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഒരേപോലത്തെ തിരക്ക് തന്നെ, തിരക്കോട് തിരക്ക്. ഈ തിരക്ക് എപ്പോൾ തീരുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇരിക്കാനായി സീറ്റ് കിട്ടി. എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ്. ഇനിയും എന്തിനാണ് ഞാനിവിടെ കരുനാഗപ്പള്ളിയിൽ വന്നു എന്നതിനുള്ള കാര്യം ഇപ്പോൾ പറയാം. ഇതാ ഇവൻ തന്നെയാണ് കാര്യം. കരുനാഗപ്പള്ളിയിലുള്ള ഇവനെ തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള ഒരു ഫ്ലാറ്റിലെത്തിക്കണം. അതാണ് ഇന്ന് എൻ്റെ രണ്ടാമത്തെ ജോലി. കരുനാഗപ്പള്ളിയിലുള്ള ആസാദ് ഹോളിഡേയ്സിൻ്റെ ഓണറായ ആദർശേട്ടനാണ് എനിക്കിന്നിപ്പോൾ ഈ ജോലി തന്നിരിക്കുന്നത്. ആദർശേട്ടനുമായി ഞാൻ ഏകദേശം 8 കൊല്ലമായിട്ടുള്ള കമ്പനിയാണ്. കൊറോണ സമയത്തും ഇതുപോലെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു ഫാമിലിയുടെ കാറ് ഗുജറാത്തിലെ വാപ്പിയിലെത്തിക്കാനുള്ള ജോലിയും എനിക്കന്ന് തന്നായിരുന്നു. ദൈവസഹായത്തിൽ നല്ല രീതിയിൽ തന്നെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് പുതിയ കൊല്ലം ബൈപ്പാസിലൂടെയാണ്. ശക്തികുളങ്ങര മുതൽ കല്ലുംതാഴം ജംഗ്ഷൻ വരെ ഹൈവേയുടെ പണി ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും 1-2 ഡീവിയേഷനുകൾ ഇപ്പോഴുമുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ചു മാത്രം യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീകാര്യത്തെ ഫ്ലാറ്റിലേക്ക് വരുന്ന വഴിയിൽ ഈ വണ്ടിയുടെ ഓണർ എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഈ വണ്ടിയൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരുമോ എന്നൊരു റിക്വസ്റ്റും വെച്ചു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കല്ലുംതാഴം ജംഗ്ഷൻ വരെ മാത്രമേ ഹൈവേയുടെ പണി തീർന്നിട്ടുള്ളൂ. അവിടെ നിന്ന് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് കടപ്പാക്കട ജംഗ്ഷനിലേക്ക്, കടപ്പാക്കട ജംഗ്ഷനിൽ നിന്നും വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് പള്ളിമുക്ക് ജംഗ്ഷനിലാണ് വരുന്നത്. അവിടെ നിന്നും വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം റോഡ് കിട്ടും. ഉമയനല്ലൂർ മുതൽ പാരിപ്പള്ളി വരെ ഹൈവേയുടെ പണി ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ സ്പീഡിൽ വാഹനം നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉമയനല്ലൂർ മുതൽ പാരിപ്പള്ളി വരെയുള്ള 20 കിലോമീറ്റർ ഏകദേശം 10 മിനിറ്റ് പോലും എടുത്തില്ല എനിക്ക് യാത്ര ചെയ്യാൻ. പാരിപ്പള്ളി കഴിഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഹൈവേയുടെ പണി ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തിരുവനന്തപുരം സൈഡിൽ വാഹന സംബന്ധമായ എന്ത് എൻക്വയറികൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കോൾ ഡ്രൈവർമാരെ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ചുവടെ ചേർക്കുന്നു. നിങ്ങളുടെ ആവശ്യാനുസരണം എനിക്ക് എല്ലാവിധത്തിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാനും ഡ്രൈവർമാരെ അറേഞ്ച് ചെയ്ത് തരാനും സാധിക്കുന്നതാണ്. ആലങ്കോട് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായി നിർത്തിയതാണ്. ഫുഡും കഴിച്ച് എൻ്റെ യാത്ര ഞാൻ വീണ്ടും തുടർന്നു. ഇപ്പോൾ ഞാൻ മംഗലാപുരം കഴിഞ്ഞിട്ടുണ്ട്. മംഗലാപുരം എന്ന് കരുതുമ്പോൾ ചിലർ കാസർഗോഡ് മംഗലാപുരം എന്ന് പ്രതീക്ഷിക്കുമെങ്കിലും തിരുവനന്തപുരത്തും ഒരു മംഗലാപുരമുണ്ട്. മംഗലാപുരം എല്ലാം കഴിഞ്ഞ് കഴക്കൂട്ടം ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയെല്ലാം ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ സർവീസ് റോഡ് ഏതാണ്, മെയിൻ റോഡ് ഏതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ലുലു മാളിന് സമീപം കുഴുവിള ജംഗ്ഷനിലുള്ള ഓട്ടോ ട്യൂബ് എന്ന കാർ വാഷിലാണ്. ഇവിടെ നമുക്ക് 24 മണിക്കൂറും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. കാർ വാഷിൽ വന്നപ്പോൾ കണ്ടൊരു BMW ആണ്. സർവീസും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞിടക്കുന്നത്. ഈ രാത്രിയിലും ഈ വാഹനത്തെ കാണാൻ എന്ത് നല്ല ചന്തമാണെന്ന് നോക്കിയേ. അങ്ങനെ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ വാഷിങ് തുടങ്ങിയിട്ടുണ്ട്. ഫുൾ ബോഡി വാഷിംഗ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന 2 വണ്ടി മാറിയ ശേഷമാണ് ഈ വണ്ടി കഴുകുവാൻ വേണ്ടി അകത്തേക്കിട്ടത്. അങ്ങനെ വണ്ടി ഇപ്പോൾ കഴുകിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് വണ്ടി നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ശ്രീകാര്യത്തെ ഫ്ലാറ്റിലും എത്തി കസ്റ്റമറുടെ പാർക്കിംഗ് ലോട്ടിൽ വണ്ടിയും പാർക്ക് ചെയ്ത് ഞാൻ അങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക്. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം.